എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോ ദയവ് ചെയ്ത് നിങ്ങളാരും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നിങ്ങളെല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ ആണ്. ഒരു കാര്യഗൗരവമായിട്ടുള്ള ഒരു സംഭവം നിങ്ങളിലേക്ക് എത്തിക്കാൻ പോവുകയാണ് ഞാൻ. കാരണം എനിക്ക് വന്നിട്ടുള്ള, നമ്മുടെ കുടുംബത്തിന് വന്നിട്ടുള്ള ഒരു ഇൻസിഡൻറ്റ്, ആ ഒരു സംഭവം നിങ്ങൾക്കും നാളെ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്മുടെ പയ്യന്നൂരുള്ള അനാമയ, അതായത് ഇന്നത്തെ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞുവ പനി ഇന്നലെ നൈറ്റ് അധികമായിട്ട് ഇങ്ങനെ കുഞ്ഞ് തളർന്ന പോലെ കുഴഞ്ഞ അവസ്ഥയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കൽ. കാരണം നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ അടുത്തേക്ക് പോകാനും അങ്ങനെയൊന്നും നമ്മൾ ശ്രമിക്കില്ല. കാരണം നമുക്ക് ഏറ്റവും കംഫർട്ട്, ഏറ്റവും അടുത്ത ഏത് ഹോസ്പിറ്റലാണ് അവിടേക്കാണ് നമ്മളെ ആദ്യം കൊണ്ടുപോകുന്നത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്താണ് ബേബി മെമ്മോറിയൽ. അപ്പോൾ കുഞ്ഞാവിനെ കാണിക്കുന്നത് സബാ ഹോസ്പിറ്റലായിരുന്നു. പക്ഷേ അവിടേക്ക് പോകുന്നതിനേക്കാളും എളുപ്പം നമുക്ക് ബേബി മെമ്മോറിയലിൽ എത്താനാണ്. അപ്പോൾ നമ്മൾ കുഞ്ഞാവിനെയും കൊണ്ട് അവിടേക്ക് പോയി. അപ്പോൾ അവിടെ എത്തിയാടും കുട്ടി ഓക്കെ ആയി. കാരണം മരുന്നൊക്കെ കൊടുത്തു, പനിയുടെ മരുന്നൊക്കെ കൊടുത്ത് കുട്ടി ഓക്കെ ആയി. പിന്നെ അവിടെ അഡ്മിറ്റാക്കിയിട്ട് ഒരു ദിവസം അവിടെ നിന്നു. നൈറ്റ് പോയതാണ്. ഇന്നലെ നൈറ്റ് 9 മണിക്ക് പോയി. പിറ്റേന്ന് രാവിലെ ഡോക്ടർ വന്നു. ഡോക്ടർ കുട്ടിയെ നോക്കി. കുട്ടി ഓക്കെയാണ്, പനിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി 2 ദിവസം കൂടി ഇവിടെ അഡ്മിറ്റ് ആവണം, ഇഞ്ചക്ഷനൊക്കെ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഡോക്ടറെ നമ്മൾ സബാ ഹോസ്പിറ്റലിൽ രാജീവൻ ഡോക്ടറെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ അത്രയും സീരിയസ് ആയതുകൊണ്ട് ഏറ്റവും അടുത്ത ഏത് ഹോസ്പിറ്റലിലേക്കാണ് വരുന്നതെന്ന് വെച്ചിട്ട് അങ്ങനെ ഇങ്ങോട്ട് വന്നതാണ്. ഏറ്റവും അടുത്തതായതുകൊണ്ട് വേഗം ഇങ്ങോട്ട് വന്നതാണ്. നമുക്ക് ഡിസ്ചാർജ് വേണം, നമ്മൾ കാണിക്കുന്ന ഡോക്ടറെ പോയി കാണിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഡിസ്ചാർജ് തരാൻ പറ്റില്ല, ഇവിടെ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര ഡേ ഇവിടെ അഡ്മിറ്റ് ആവണം എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ പറഞ്ഞു പറ്റില്ല, നമുക്ക് ഡിസ്ചാർജ് ആക്കി തരണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ റിസ്കിൽ പോവുകയാണെങ്കിൽ പോയിക്കോ, നിങ്ങൾ എഴുതി ഒപ്പിട്ട് തരണം എന്നൊക്കെ പറഞ്ഞ് എഴുതി ഒപ്പിട്ട് കൊടുത്തു. ഒപ്പിട്ട് കൊടുക്കാൻ തന്നെ കാരണം ഇതാണ്. നിങ്ങൾ ഈ ഒരു ബില്ല് നോക്കി. ഇന്നലെ നൈറ്റ് നമ്മൾ പോയതാണ്. നൈറ്റ് ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോയി. പിറ്റേന്ന് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഡോക്ടർ വന്നു. അപ്പോൾ ഒരു പനി ആയിട്ട് പോയിട്ട് ഉള്ള ബില്ലാണിത്. 6800 എത്രയാണ് പറയുന്നത്, 6800 സംതിങ് ആയി, 6819. അപ്പോൾ ഒരു പനിക്ക് പോയിട്ടുള്ള ബില്ലാണ് ഇത്. ഇതെങ്ങനെ സാധാരണക്കാരനെ താങ്ങാനാവില്ലേ? അതാണ് ഞാൻ ചിന്തിക്കുന്നത്. പെട്ടെന്ന് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലായിട്ട് പോകുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ്. അപ്പോൾ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ബില്ലാണ് നമുക്ക് എഴുതി തരുന്നുണ്ടെങ്കിൽ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് നിങ്ങളും കൂടി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ ഒരു പനി ആയാൽ നമ്മൾ പനി ടെസ്റ്റ് ചെയ്യുന്നു. നല്ലോണം ക്ഷീണം ഉണ്ടെങ്കിൽ ഗ്ലൂക്കോസ് ഇടുന്നു. അതുപോലെ തന്നെ കുറച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ബില്ലാണ് ഈ ഒരു 7000-ൻ്റെ അടുത്ത്. അപ്പോൾ ഇത് ബില്ല് മാത്രമാണ്. അപ്പോൾ പുറമേ നമ്മൾ മരുന്ന് വാങ്ങുന്നതും അതൊക്കെ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഒരു ദിവസം നമ്മൾ തികച്ചു നിന്നിട്ടില്ല. ഒരു ദിവസം ഇന്നലെ നൈറ്റ് പിറ്റേന്ന് രാവിലെയാണ് നമ്മൾ ബില്ല് വാങ്ങുന്നത്. അപ്പോൾ ഇത്ര ബില്ലായി 7000-ന് മുകളിൽ. അപ്പോൾ നമുക്ക് എക്സ്ട്രാ സാധനങ്ങൾ വാങ്ങിയതും അതൊക്കെ നമ്മൾ കൂട്ടിയിട്ടില്ല. ഈ ഒരു ബില്ല് മാത്രമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അതാണ് 7000. അപ്പോൾ ഇത് നിങ്ങളും കൂടി അറിയണം. ഈ ഹോസ്പിറ്റലിൽ എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഒക്കെ ശരി തന്നെ. പക്ഷേ ഒരു സാധാരണക്കാരന് എങ്ങനെയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ പോകാൻ പറ്റില്ല? ഇത്രത്തോളം ബില്ലാണെങ്കിൽ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവൻ രക്ഷിക്കൽ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. കാരണം നിങ്ങളും കൂടി ഇത് മനസ്സിലാക്കണം. അപ്പോൾ എല്ലാവരും പറയാറുണ്ട് ഈ ഒരു ഹോസ്പിറ്റലിൽ ഒരുപാട് പൈസ ഈടാക്കുന്നെന്ന്. പക്ഷേ നമുക്കത് നേരിട്ട് ബോധ്യം വന്നു. കാരണം ഒരു പനിയായിട്ട് പോയ സംഭവമാണിത്. അപ്പോൾ പനിയായിട്ട് പോയാൽ നമ്മൾ യൂറിൻ, അത്യാവശ്യം ബ്ലഡ് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടോ നോക്കും. പക്ഷേ ഇവരെന്ത് ചെയ്തു, എന്തൊക്കെയോ ടെസ്റ്റുകളാണ് എഴുതുന്നത്. ഒരു പനിക്ക് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റൊക്കെ ഇവർ ചെയ്തു. ലബോറട്ടറിയിലേക്കാണ് ഒരുപാട് പൈസ പോയത് കേട്ടോ. അപ്പോൾ അത്രത്തോളം ടെസ്റ്റുകളാണ് എഴുതിയത്. അപ്പോൾ ഒരു പനിക്ക് ഇത്രത്തോളം ടെസ്റ്റ് ചെയ്യണോ? ഇല്ല, ബ്ലഡിൽ എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും അത്രയും ടെസ്റ്റ് ഇവർ ചെയ്തു. അപ്പോൾ ഞാൻ ആകെ അന്തം വിട്ട അവസ്ഥയാണ്. കാരണം പെട്ടെന്നൊരു എമർജൻസി എന്തെങ്കിലും ആയിട്ട് ആൾക്കാരെന്താ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്കാണ് വരില്ല. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഹോസ്പിറ്റലൊക്കെ ശരി തന്നെ. പക്ഷേ ഒരു സാധാരണക്കാരൻ ഇവിടെ വന്ന് വിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ? ആ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് എനിക്ക് തോന്നി. കാരണം ഒരു പനിക്ക് ഇത്രയും പൈസ ആവുന്നെങ്കിൽ പെട്ടെന്നൊരു എമർജൻസി ആയിട്ട് നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ എത്രത്തോളം പൈസയാകും അല്ലേ? അപ്പോൾ അനാവശ്യമായ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത്. അതാണ് എനിക്ക്
തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കുന്നു, അതാണ് ആവശ്യത്തിനുള്ള ടെസ്റ്റ് ചെയ്താൽ പോരെ, ഇത് ഒരുപാട് ടെസ്റ്റ് എക്സ്ട്രാ ചെയ്യിപ്പിക്കുന്നത്. അതാണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റിയിട്ടുള്ള ഒരു ബാഡായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയേ, നമ്മൾ ഒരു ദിവസം നിന്നിട്ട് ഇത്ര ബില്ലായി, ഇവർ 3-4 ദിവസം ഇവിടെ നിന്ന് ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഒരു ദിവസം 7000, അപ്പോൾ രണ്ടാമത്തെ ദിവസം 14, മൂന്നാമത്തെ ദിവസം 21, അങ്ങനെ പൈസയല്ലേ പോകുന്നത്. അപ്പോൾ എത്ര പൈസയാവും ഒരു പനി വന്നിട്ട് ഈ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് വാങ്ങിയത് എന്തോ ഭാഗ്യമെന്ന് നമുക്ക് തോന്നിയിട്ടോ. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്തു, സഭ ഹോസ്പിറ്റലിലേക്ക് പോയി രാജീവൻ ഡോക്ടറെ ടോക്കൺ എടുത്തു. അപ്പോൾ രാജീവൻ ഡോക്ടറെ ടോക്കൺ എടുത്തിട്ട് വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഡോക്ടർ വൈകുന്നേരം 5 മണിക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളൊരു 3 മണിയൊക്കെ ആകുമ്പോൾ ഹോസ്പിറ്റലിൽ എത്തി. അപ്പോൾ അവിടെ വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ ടോക്കൺ എടുത്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടാണ്. വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 5 മണി 5:30 ആകുമ്പം തിരിച്ച് വീണ്ടും സഭ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ സഭ ഹോസ്പിറ്റലിൽ പോയി രാജീവൻ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ രാജീവൻ ഡോക്ടറെ കണ്ടു. രാജീവൻ ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, പനി അധികമായതല്ലേ, മരുന്നൊക്കെ കൊടുത്ത് അവർ എഴുതിയിട്ടുള്ള മരുന്നൊക്കെ നോക്കി. അപ്പോൾ പറഞ്ഞു ഈ ഒരു മരുന്ന് നിങ്ങൾ കൊടുക്കണ്ട, കാരണം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് ഡോസ് അധികമായിട്ടുള്ള മരുന്നാണ് ഇതൊക്കെ, അപ്പോൾ ഇത് തൽക്കാലം കൊടുക്കണ്ട പറഞ്ഞിട്ട് വേറെ ഡോസ് കുറഞ്ഞിട്ടുള്ള മരുന്ന് കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സഭാ ഹോസ്പിറ്റലിൽ രാജീവൻ ഡോക്ടറെ കണ്ടിട്ട് മരുന്നിന് ആയത് 300 രൂപയാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രീഷ്യനാണ് രാജീവൻ ഡോക്ടറെ. അപ്പോൾ അവിടെ ആയത് വെറും 300 രൂപയാണ്. മരുന്നിനും ഡോക്ടർ ഫീസ് 300 ഉണ്ട് കേട്ടോ. അപ്പോൾ വെറും 300 രൂപയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിച്ചു. അപ്പോൾ ഇത്രയും ഡിഫറൻസ് ഉണ്ട് എന്നാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചത്. കാരണം ബേബി മെമ്മോറിയൽ 7000 ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഡിസ്ചാർജ് ആയിട്ട് എന്ത് ചെയ്തു, നമ്മൾ സഭയിൽ വന്ന് രാജീവൻ ഡോക്ടറെ കാണിച്ചു. അവർ അഡ്മിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല, കുട്ടി ഓക്കെയാണ്, ആക്റ്റീവാണ്, പനി അധികമായതല്ലേ, അതിൻ്റെ മരുന്ന് കൊടുത്തു, പേടിക്കാനൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് ചെയ്തു, വെറും 300 രൂപയുടെ മരുന്നിൽ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നിങ്ങളൊന്ന് മനസ്സിലാക്കിയേ, അത്രയും എക്സ്പീരിയൻസും അത്രയും കുട്ടികളെ നോക്കുകയും തിരക്കുമായിട്ടുള്ള ഡോക്ടറാണ് രാജീവൻ ഡോക്ടർ. അവർക്കായത് വെറും 300 രൂപ. പക്ഷേ എങ്കിലോ നമ്മൾ പെട്ടെന്ന് കാണിക്കാൻ പോയി അവിടെ ആയിട്ടുണ്ടായിരുന്നത് 7000 രൂപ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് നിങ്ങളും കൂടി ഒന്ന് അറിയണം എന്ന് വിചാരിച്ചു. കാരണം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിനെ ഞാൻ കുറ്റം പറയുന്നില്ല ഒരിക്കലും, നല്ല ഹോസ്പിറ്റലാണ്, എല്ലാ ഫെസിലിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, നമ്മുടെ ജീവൻ രക്ഷിക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഹോസ്പിറ്റലാണ്. പക്ഷേ ഒരു സാധാരണക്കാരന് ഒരിക്കലും താങ്ങാൻ പറ്റിയിട്ടില്ല ഒരു ഹോസ്പിറ്റലല്ല, താങ്ങാൻ പറ്റുന്ന വിലയുമല്ല അവിടെ നമ്മൾ കൊടുക്കേണ്ടത്. കാരണം ഒരുപാട് പൈസ അവർ എക്സ്ട്രാ വാങ്ങുന്നുണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. ഇത് നിങ്ങളും കൂടി അറിയണം. ഹോസ്പിറ്റലിനെ മോശമാക്കിയിട്ട് പറയുന്നല്ല കേട്ടോ, അവരുടെ പൈസ എടുക്കുന്ന രീതി കുറച്ച് കൂടുതലാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങളും കൂടി അറിയണമെന്ന് തോന്നി കേട്ടോ.